കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയതാണിത്. ഇതിൽ ഈ പേപ്പർ SKT 5B10 ജനറൽ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള 5th സെമിസ്റ്റർ BA സംസ്കൃതം വിദ്യാർത്ഥികളുടെയാണ്. 2018 അഡ്മിഷനിലെ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ദിരയാണ്. ഇതിൽ 2 മൊഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റ് ഡാറ്റ ഇൻഫർമേഷൻ ആൻഡ് നോളേജ് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻ്റർനെറ്റ് ആസ് നോളേജ് റെസ്പോസിറ്ററി, അക്കാദമിക് സെർച്ച് ടെക്നിക്സ്. പിന്നെ മൊഡ്യൂൾ 2 സാൻസ്ക്രിറ്റ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, NLP ആൻഡ് നോളേജ് റെപ്രസെൻറ്റിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ 2 മൊഡ്യൂളുകളാണുള്ളത്. അതിലത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ ജനറലായിട്ടുള്ള കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും നമ്മൾ ഇൻ്റർനെറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ജനറലായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. അതിൻ്റെ പേരുകളും അതൊക്കെ അത്രയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിലാണ് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് ഒരു തിയറി മാത്രമാണുള്ളൂ, അല്ലാതെ പ്രാക്ടിക്കലൊന്നും വരുന്നില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. മൊഡ്യൂൾ ഫസ്റ്റിൽ ഇതിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് കമ്പ്യൂട്ടർ ബേസിക്സ് എന്നുള്ളതാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ ദ കൺസെപ്റ്റ് ഓഫ് ആൻ അൽഗോരിതം, ദ മേജർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ റിക്വയർഡ് ടു ക്യാരി ഔട്ട് അൽഗോരിതംസ്, ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഹൗ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതിൽ നമുക്ക് എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മെത്തേഡ്. നമുക്കൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ വഴിക്കണക്കൊക്കെ പഠിച്ചില്ലേ, ആ ഒരു തന്നെയാണ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വഴി എഴുതി ചെയ്യുന്ന ആ ഒരു രീതിയാണ് അൽഗോരിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അൽഗോരിതം എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയതില്ല, എങ്കിലും ഇതൊരു ഒരു മാത്തമാറ്റീഷ്യൻ്റെ പേരിന് നിന്നും വന്നതായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു അറബ് മാത്തമാറ്റീഷ്യനായിട്ടുള്ള അബു ജാഫർ മുഹമ്മദ് ഇബിൻ മൂസ അൽ ഖുരിസ്മി എന്ന് പറയുന്ന ഒരാളുടെ പേരുണ്ട്. ആ ഒരു ഇതൊന്നും ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു അൽഗോരിതം എന്നുള്ള വാക്ക് വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ ഇതിന് അൽഗോരിതത്തിൻ്റെ ബേസിക്കായിട്ടുള്ള സ്വഭാവങ്ങൾ. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു കണക്ക് തന്നാൽ നമ്മളതിനെ എങ്ങനെയാണ് വഴി എഴുതിയിട്ട് ചെയ്തിരുന്നത് എന്നുള്ള ആ ഒരു രീതി നിങ്ങൾ ഓർക്കുക. അപ്പോൾ അതന്നെ അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇപ്പം 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അതിന് എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ള നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മനസ്സിലാവും. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻപുട്ടായിട്ട് നമ്മളതിനെ കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അൽഗോരിതം ആ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ പ്രവർത്തിക്കുന്നു. പിന്നീട് അത് പ്രോസസ്സിംഗ് റൂളിൽ അതിൻ്റെ എങ്ങനെയാണോ വരേണ്ടത് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടറിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് പിന്നീട് പുറത്ത് വരുന്നു. അപ്പോൾ അതിനെ ഔട്ട്പുട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് തെറ്റില്ലാത്തതാണെങ്കിൽ കൃത്യമായിട്ടും തെറ്റില്ലാത്തതായിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഒരു സിമ്പിൾ മോഡൽ ഓഫ് എ കമ്പ്യൂട്ടർ, എങ്ങനെയാണ് ഒരു സിമ്പിൾ മോഡൽ വരുന്നത്. അതായത് സിമ്പിൾ മോഡൽ എന്ന ഇൻപുട്ട് എന്ന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, അതാണ് ഇൻപുട്ട്.
അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൗസും കീബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിലൂടെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലൂടെ ആണ് നമ്മൾ കാര്യങ്ങൾ എന്താണോ ഡാറ്റകൾ ആ ഡാറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുന്നത്. അപ്പോൾ ആ ഇൻപുട്ടിലൂടെ നമ്മൾ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് കമ്പ്യൂട്ടർ ഇതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കും. നമ്മൾ സേവ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ സൂക്ഷിക്കും. അപ്പോൾ ആ മെമ്മറിയിൽ നിന്നാണ് പിന്നീട് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് കൊടുക്കുന്നു. ആ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും അത് മെമ്മറിയിലേക്ക് കൊടുക്കുന്നു. ഈ മെമ്മറിയിൽ നിന്ന് വീണ്ടും ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ പ്രിൻ്റായിട്ടോ അങ്ങനെയൊക്കെ വരുന്നു. അത് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് ഡാറ്റകളെ നമ്മൾ കൊടുക്കുന്നതും പിന്നെ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നതാണ് ആ ഡാറ്റകൾ ശേഖരിച്ച് വെക്കുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന അതിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്കാക്കി മാറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ പ്രോസസ്സിങ് യൂണിറ്റാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളെ പ്രവർത്തിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? നമുക്കിങ്ങനെ എഴുതി കണക്കൊക്കെ കൂട്ടുകയാണെങ്കിൽ എഴുതി കണക്ക് കൂട്ടിയാൽ പോരെ, അല്ലെങ്കിൽ ഹരിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? എല്ലാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഇതിൻ്റെ എത്രയോ ഇരട്ടി സമയം കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റില്ലാതെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അത്രയും സമയം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന് മറുപടി നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് തെറ്റരുത് എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും റിസൾട്ടും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ കൃത്യമായിട്ട് റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് തെറ്റരുത്, എന്നാലാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് അറിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് വരുന്നുള്ളൂ. അതിനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കിട്ടുന്നു, വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്, വെരി ഫാസ്റ്റ് ആണ്. നമുക്ക് എത്ര നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻസും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഇന്ന് എല്ലാത്തിനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ സോൾവ് ചെയ്യുന്നത്? ഹൗ പ്രോബ്ലം ആർ സോൾവ്ഡ് ബൈ കമ്പ്യൂട്ടർ. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാദ്യം എന്താണ് എന്നുള്ളതൊന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണ് അതിൻ്റെ സോൾവ് ചെയ്യുന്ന മെത്തേഡുകൾ എന്നതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് കൊടുക്കുക. അത് നമ്മളതിൻ്റെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് ആക്കിയിട്ട് അതിനെ മാറ്റുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റിയതിന് ശേഷം അത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നെ പ്രോസസ്സിംഗ് യൂണിറ്റിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന് ഔട്ട്പുട്ടിലൂടെ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇനി അടുത്ത ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനെറ്റ് ഹാസ് അറൈവ്ഡ്. ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? നമ്മുടെ ഈ ലോകം മൊത്തത്തിൽ ചേഞ്ച് വന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ, ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ഇന്ന് ബുക്കിങ്ങിന് എഴുതി കൊടുത്തിട്ടൊന്നും വേണ്ട. ഇന്നിപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കാര്യം, ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ടിക്കറ്റുകളും നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് വഴിയല്ലേ, അല്ലാതെ പോസ്റ്റൽ വഴിയൊന്നുമല്ലല്ലോ ആദ്യം അയക്കുന്നത്. ആദ്യം ഫീസ് അടയ്ക്കുന്നതാണെങ്കിലും ഒക്കെ ഇൻ്റർനെറ്റ് വഴിയാണ് ഇന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുന്നതും ഹോൾ ടിക്കറ്റൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഇൻ്റർനെറ്റ് വഴിയല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിനും ഇന്ന് ഇൻ്റർനെറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കുറവാണ്, നമുക്ക് എല്ലാ തരത്തിലും സൗകര്യം കൂടുതലുമാണ്. അങ്ങനെ എല്ലാം എല്ലാ തരത്തിലും ഉപകാരപ്രദമായതുകൊണ്ട് നമ്മൾ ഇന്നെല്ലാം കമ്പ്യൂട്ടറിലേക്ക് നെറ്റിലേക്ക്
കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്, അതുപോലെ ദോഷങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ശരീരത്തിന് മൊത്തം കണ്ണിനാണെങ്കിലും ബാക്ക് പെയിൻ എടുക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏത് സാധനത്തിനാണെങ്കിലും ഗുണവും ദോഷം ഉണ്ടല്ലോ. അപ്പോൾ ഫോണാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല. അതുപോലെ എല്ലാ തരത്തിലുള്ള മറ്റുള്ള വസ്തുക്കൾക്കുള്ളതുപോലെ തന്നെ ദോഷങ്ങൾ ഇതിനും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു തന്നെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നൊരു ഇതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. എന്താണ് ഇതിൽ വരുന്നത്? നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നതിന് എന്ത് പറയുന്നു? അപ്പോൾ എന്താണ്, നമ്മൾ ബ്രൗസർ, നമ്മൾ ഒരു ബ്രൗസർ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിലൂടെയാണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നെങ്കിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് അതിലൂടെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം വെബ് എന്ന് പറയുന്നു, വേൾഡ് വൈഡ് വെബ്. അങ്ങനെ വെബിലൂടെയാണ് നമ്മൾ ആ ഒരു വെബിനെ പേജുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിനെ. അപ്പോൾ അത്തരത്തിൽ അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓരോന്നേയും എങ്ങനെയാണ് ഇപ്പം ഓൺലൈനായിട്ട് ന്യൂസ് പേപ്പർ വായിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സൈറ്റ് എടുക്കുന്നത്, അങ്ങനെ ഓരോന്നിനും ഓരോരോ സൈറ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഉദാഹരണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലത്തെ ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലത്തെ ഉദാഹരണം എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറേ സൈറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതൊക്കെ എഴുതിയാൽ മതി. ഇന്നതിൻ്റെ ഈ സൈറ്റ് ഇന്നതിനുള്ളത്, അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ മതി. അതുപോലെ വെബ് ബ്രൗസേഴ്സൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സെർച്ച് എൻജിൻസ് എന്നുള്ള ഇത്. അപ്പോൾ അതൊക്കെ ഏത് ആപ്പുകളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യാറുള്ള അതിനുള്ള പേര് എഴുതിയിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു. അത്തരത്തിൽ ജനറൽ ആയിട്ടുള്ളത് മതി. അതല്ല ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, കാരണം പരീക്ഷയ്ക്ക് ജനറലായിട്ടാണ് ചോദിക്കാറ്. പിന്നെ അടുത്ത് വരുന്നത് ബിഫോർ ദ ഇൻ്റർനെറ്റ് എ ജെൻറ്റിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കൺസെപ്റ്റ്സ് ആൻഡ് ടെർമിനോളജി. അതിൽ ടെലിഫോൺസ് എവരിവെയർ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ കാരണം? അപ്പോൾ നമുക്ക് വളരെ പൈസ ചിലവ് കുറവുള്ളതും എന്നാൽ നമുക്ക് ഒരുപാട് സൗകര്യപ്രദവുമായിട്ട് അതുപോലെ വളരെ ബുദ്ധിമുട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും നമുക്ക് സൗകര്യപ്രദമായതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് 2-3 കാര്യങ്ങളെ സെർച്ച് ചെയ്യാനും കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് റെലവൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. ഇതിലത്തെ കാര്യങ്ങൾ മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ജനറലായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പവർ പോയിൻ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ കൂടി നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇതൊക്കെ ഒന്നും കൂടി നോക്കേണ്ടതാണ്. ഇത് മാത്രം അല്ല പരീക്ഷയ്ക്ക് വരാറുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത മൊഡ്യൂളാണ് റെലവൻസ് ഓഫ് ശാസ്ത്രാസ്. അടുത്ത മൊഡ്യൂൾ വരുന്നതാണ് റെലവൻസ് ഓഫ് ശാസ്ത്രാസ് ഫോർ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അതായത് NLP എന്നുള്ളതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അപ്പോൾ എങ്ങനെയാണ് ശാസ്ത്രങ്ങളെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ള, അപ്പോൾ ഇത് രാമാനുജൻ്റെ ഒരു പേപ്പറാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സാൻസ്ക്രിറ്റ് ആൻഡ് NLP. ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, സംസ്കൃതത്തിന്
അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന അപ്പോൾ മേജറായിട്ട് സംസ്കൃതത്തിൽ മെയിനായിട്ട് 3 ശാസ്ത്രങ്ങളാണ് വരുന്നത്: ന്യായവും വ്യാകരണവും മീമാംസ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് പല സ്ഥലങ്ങളിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നാച്ചുറൽ ലാംഗ്വേജ് യൂണിറ്റി, അതായത് NLU എന്താണ്, നാഷണൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്, NLU എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്നുള്ള സിസ്റ്റം ശബ്ദബോധ എന്നുള്ളത് തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിൽ ശബ്ദബോധ തിയറിയെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. പിന്നെ അതുപോലെ CDAC എന്നുള്ള അത് പൂനെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ GIST എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗ്രാഫിക്സ് ആൻഡ് ഇൻ്റലിജൻസ് ബേസ്ഡ് സ്ക്രിപ്റ്റ് ടെക്നോളജി. അപ്പോൾ നമുക്ക് ഇപ്പോൾ സംസ്കൃതമൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. ISM GIST എന്ന് പറയുന്നത് സംസ്കൃതമൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, സംസ്കൃതം മാത്രമല്ല സംസ്കൃതം, ഹിന്ദി, മലയാളം ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ GIST എന്ന് പറയുമ്പോൾ ഗ്രാഫിക് ആൻഡ് ഇൻ്റലിജൻസ് ബേസ്ഡ് സ്ക്രിപ്റ്റ് ടെക്നോളജിയാണ്. അത് ഈ ഇന്ത്യൻ സ്ക്രിപ്റ്റിൽ വരുന്ന ഡാറ്റകളെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ദേശിക എന്ന് പറയുന്ന പാക്കേജാണ്. സംസ്കൃതത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അത് GIST വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് ഇഷ്യൂസ് ഇൻ NLP. അത് എന്തൊക്കെയാണ് ഇഷ്യൂസ് വരിക? അപ്പോൾ മെയിനായിട്ടുള്ള 3 ഇഷ്യൂസാണ് NLP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. അപ്പോൾ 3 എണ്ണമാണ് വരിക. എന്താണ് ഇതൊക്കെയാണ്? ഒന്ന് റെപ്രസെൻറ്റേഷൻ, പിന്നെ റീസണിങ് ആൻഡ് റെക്കഗ്നേഷൻ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. പിന്നെ റീസണിങ് എന്ന് പറഞ്ഞാൽ ന്യായവാദങ്ങൾ, റീസൺസ്. പിന്നെ റെക്കഗ്നേഷൻ തിരിച്ചറിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് NLPയിൽ വരാറുള്ളത്. പിന്നെ വരുന്നത് കണ്ടൻറ് ആൻഡ് റെലവൻസ് ഓഫ് ശാസ്ത്രാസ്. അപ്പോൾ ഇത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ടൻറ് ആൻഡ് റെലവൻസ് ഓഫ് ശാസ്ത്രാസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ വരുന്ന മെയിനായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ കണ്ടൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ റെലവൻസുമാണ് പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തിൽ മെയിനായിട്ട് വരുന്നത് വ്യാകരണവും ന്യായം, മീമാംസ തുടങ്ങിയിട്ടുള്ള എന്നുള്ള 3 ശാസ്ത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതിൽ വരുന്ന കണ്ടൻറ്റിനെക്കുറിച്ചാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നോളേജിനെ ടോപ്പിക് വൈസ് ക്ലാസിഫൈ ചെയ്യുന്ന സബ്ജക്റ്റിനെ പറയുന്നതാണ് വിദ്യാസ്ഥാനാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ 4 ഈ വിദ്യാസ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നതാണ് 4 വേദങ്ങൾ, അതുപോലെ 6 വേദാംഗങ്ങൾ, പിന്നെ 4 ഉപാംഗങ്ങൾ. അപ്പോൾ 4 സപ്ലിമെൻ്ററികൾ അല്ലെങ്കിൽ ഉപാംഗങ്ങൾ. ഇതൊക്കെയാണ് എന്തിലടങ്ങിയിരിക്കുന്നത്? വിദ്യാസ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യാകരണം എന്ന് പറയുന്നത് ഒരു വേദാംഗമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഷോർട്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. വേദവും വേദാംഗങ്ങൾ, ഉപാംഗങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്നുകൂടി അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വ്യാകരണം എന്ന് പറയുന്നത് വേദാംഗമാണ്. പിന്നെയോ ന്യായവും മീമാംസയും സപ്ലിമെൻ്ററിയോ വേദങ്ങളുടെ സപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ് ഇവ രണ്ടും. അപ്പോൾ ഈ 3 ശാസ്ത്രങ്ങളെ വരുന്നത് 3 ശാസ്ത്രങ്ങൾ വ്യാകരണം, ന്യായം, മീമാംസ എന്നിങ്ങനെയുള്ള 3 ശാസ്ത്രങ്ങൾ എത്തരത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോശമാണ്, ട്രഷർ ഹൗസ് ആണ്. എല്ലാ അറിവുകളുടെയും കോശമായിട്ട് വരുന്നതാണ്. ഇത് ഇൻഫിനിറ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് നശിക്കാത്തതാണ്. അത്തരത്തിലുള്ളതാണ് എല്ലാ വാക്കുകളുടെയും
കോശമായിട്ട് വരുന്നതാണ് വേദം എന്ന് പറയുന്നത്. ഇവയെ 4 വേദങ്ങളാണ് വരുന്നത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ. ഇതിൻ്റെ വേദാംഗങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? വേദാംഗങ്ങളാണ് നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം തുടങ്ങി അങ്ങനെ 6 അപ്പോൾ ഇനി ഇവയുടെ ഈ വേദാംഗങ്ങൾ 6 വേദാംഗങ്ങളും അവയുടെ പേര്, അവയുടെ മീനിങ്, പിന്നെ അവ ഉണ്ടാകുന്ന അതിൻ്റെ വാക്കുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ലിംഗ്വിസ്റ്റിക്സ് ഫാക്ടേഴ്സ്, പിന്നെ അതുപോലെ അത് ഏതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ നിരുക്തമാണെങ്കിൽ അതെന്താണ്? നിരുക്തം എന്ന് പറയുന്നത് വാക്കുകളുടെ അർത്ഥമാണ്. അപ്പോൾ എറ്റിമോളജിയാണ്ട്, പിന്നെ എക്സിജീസസ് ആണ്, അതായത് ഡിക്ഷണറിയാണ്. പിന്നെ അത് ഇയറായിട്ടാണ് പറയപ്പെടുന്നത് നമ്മൾ ഈ വേദാംഗത്തെ. പിന്നെ വാക്കുകൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, വേദത്തിൽ വരുന്ന വാക്കുകളുടെ ഒരു എക്സ്പാൻഷനായിട്ട് വരുന്നതാണ് നിരുക്തം എന്ന് പറയുന്നത്. പിന്നെ വ്യാകരണമാണെങ്കിൽ നിങ്ങൾക്കറിയാം, വ്യാകരണം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ വ്യാകരണം എന്ന് പറയുന്നത് വായുവുമായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് വാക്കുകൾ ഉണ്ടാകുന്നത്, ഒരു ധാതുവിൽ നിന്ന് അത് എങ്ങനെയാണ് വാക്കായി മാറുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് സെൻറ്റൻസായി മാറുന്നത് എന്നുള്ള രീതിയൊക്കെ ഇപ്പോൾ കാരകമൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് വ്യാകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വ്യാകരണം, നിരുക്തം, വ്യാകരണം, ശിക്ഷ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ പ്രൊനൗൺസിയേഷനാണ്, വാക്കുകൾ എങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ അത് നോസുമായിട്ടാണ് പറയുന്നത്. പിന്നെ ഇത് സൗണ്ടുകൾ ഫോണറ്റിക്കലി, പിന്നെ അതുപോലെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഛന്ദസ്സാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ, വൃത്തം എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ കാലുമായിട്ടാണ് പറയുന്നത്. പിന്നെ ഇവ ഒരു ശ്ലോകമൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശബ്ദം ക്രമപ്പെടുത്തി എഴുതുന്നതിനുള്ള ഒരു രീതിക്ക് വേണ്ടിയാണ് വൃത്തം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ജ്യോതിഷമാണ്, ആസ്ട്രോണമി. അത് പിന്നെ നമ്മുടെ കണ്ണുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ജാതകമൊക്കെ പറയുന്നുണ്ടല്ലോ, ജ്യോതിഷം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ജ്യോതിഷത്തിൽ വരുന്നത്. പിന്നെ കൽപ്പം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇതാണ്. അത് ഹാൻഡുമായിട്ടാണ് പറയുന്നത്. ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ യാഗങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കൽപ്പത്തിൽ. ഇത്രയാണ് വേദാംഗങ്ങൾ വരുന്നത്: നിരുക്തം, വ്യാകരണം, ശിക്ഷ, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം, ഇങ്ങനെയാണ് വരുന്നത്. ഇനി വരുന്നത് 4 സപ്ലിമെൻ്ററി സയൻസസ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്ന് ന്യായത്തിൽ വരുന്നത് എങ്ങനെ യുക്തിപരമായിട്ടുള്ള വാക്കുകളുടെ സെമാൻറ്റിക്സ്, വാക്കുകളുടെ അർത്ഥങ്ങൾ വരുന്ന അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ന്യായത്തിൽ വരുന്നത്. പിന്നെ മീമാംസയിൽ പറയുന്നത് വേദിക് ടെക്സ്റ്റുകളിൽ വരുന്നതിനെ തന്നെ കുറച്ചും കൂടി ഡിസ്കോഴ്സ് ലെവൽ, തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിസ്കോഴ്സ് ലെവൽ എന്ന് പറഞ്ഞാൽ സംവാദ രൂപത്തിലുള്ളത് വരുന്നു. അപ്പോൾ അതാണ് വരുന്നത് മീമാംസയിൽ. ചർച്ചകൾ വരും മീമാംസയിൽ ധാരാളം. പിന്നെ വരുന്നത് പുരാണങ്ങളാണ്. പുരാണം എന്ന് പറഞ്ഞാൽ മിത്തോളജിക്കലായിട്ടുള്ളത്. ഇപ്പോൾ ധർമ്മനിഷ്ഠയായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നത്, ധർമ്മത്തേക്ക് ഓരോന്നും ഇങ്ങനെ ആചരിക്കും, ധർമ്മശാസ്ത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് വരുന്നത്. ഇനി പിന്നെ
പിന്നെ വരുന്നത് വ്യാകരണശാസ്ത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വ്യാകരണശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ 3.1 വ്യാകരണശാസ്ത്രം എന്ന് പറയുന്നതിൽ കൊടുക്കുന്നത്. എന്താണ് ഈ വ്യാകരണം എന്ന് പറയുന്നത് ആരാണ് അതിൻ്റെ ബുക്ക് വരുന്നത്? അഷ്ടാധ്യായിയാണ്. ഓതർ പാണിനിയാണ്. അപ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വ്യാകരണശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന അഷ്ടാധ്യായിയിൽ വരുന്ന ഡാറ്റകൾ നമുക്ക് എന്തൊക്കെയാണ്? ഘണപാഠം, ധാതുപാഠം, ലിംഗാനുശാസനം, ശിക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഘണപാഠം എന്ന് പറയുമ്പോൾ വാക്കുകൾ, പേരുകൾ, നാമങ്ങൾ വരുന്നതാണ് ഘണം. പിന്നെ ധാതു എന്ന് പറയുമ്പോൾ ധാതു അറിയാലോ, ഒരു വാക്കിൻ്റെ ഇപ്പോൾ ക്രിയകളുടെയൊക്കെ ധാതുക്കൾ. പിന്നെ വരുന്നത് ലിംഗാനുശാസനം എന്ന് പറഞ്ഞാൽ ജെൻഡർ, ഇപ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം എന്നിങ്ങനെ നപുംസകലിംഗം വരുന്നുണ്ടല്ലോ അവ. പിന്നെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഫോണിറ്റിക്സ്. പിന്നെ വരുന്നത് തിയറി ഓഫ് കാരകം എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ്? അപ്പോൾ രാമനാൽ രാവണനെ കൊന്നു. അപ്പോൾ അത് അങ്ങനെ സെൻറ്റൻസ് വരുമ്പോൾ അതെങ്ങനെയാണ്, ഏത് വിഭക്തിയിലാണ് വരേണ്ടത് എന്നുള്ള അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നതാണ് കാരകം എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ ഇതിൽ പിന്നെ അടുത്തത് വരുന്നത് ന്യായശാസ്ത്രമാണ്. ന്യായം എന്ന് പറയുമ്പോൾ അത് ഗൗതമൻ്റെയാണ് ന്യായം. അദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടറായിട്ട് പറയുന്നത്. അതിൽ വരുന്നത് പദാർത്ഥങ്ങൾ അതൊക്കെ നിങ്ങൾ തർക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പദാർത്ഥ വിഭാഗങ്ങൾ. പിന്നെ അതിൽ വരുന്നത് വരുന്നത് പ്രമാണങ്ങൾ. ഏതൊക്കെ പ്രമാണങ്ങളാണ് ന്യായം അംഗീകരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, 4 പ്രമാണങ്ങളൊക്കെ. പിന്നെ വരുന്ന പ്രമാണങ്ങൾ, പ്രമേയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ തിയറി ഓഫ് വാലിഡിറ്റി, അതുപോലെ അതിൻ്റെ എറർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ത്യൻ ഫിലോസഫി പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ അപ്പോൾ ഒരു വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്തത് വരുന്നത് മീമാംസാ ശാസ്ത്രമാണ്. മീമാംസയിൽ വരുന്നത് ചർച്ചകളാണ് മെയിനായിട്ട്. അത് വേദത്തിൽ വരുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് വരുന്നതാണ് മീമാംസ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് വരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ഭാവനയാണ്. ഇനി അടുത്തത് കമ്പ്യൂട്ടേഷണൽ നോളേജ് ബേസ്. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ നോളേജ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് സിൻറ്റാക്റ്റിക് ഡാറ്റാബേസും ഗ്രാമാറ്റിക്കൽ റൂൾ ബേസുമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസെ കമ്പ്യൂട്ടർ അതിൻ്റേതായിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്കാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അതിനാണ് നോളേജ് ബേസ് എന്ന് പറയുന്നത്. ഈ നോളേജ് ബേസ് ആണ് 2 തരത്തിലെന്ന് പറയുന്നത്, ഡാറ്റാബേസും റൂൾ ബേസും. അതിലത്തെ ഡാറ്റാബേസാണ് സിൻറ്റാക്റ്റിക് ഡാറ്റാബേസ്, റൂൾ ബേസ് ഗ്രാമാറ്റിക്കൽ റൂൾ ബേസ് എന്നിങ്ങനെ വരുന്നു. ഇതിൽ തന്നെ പിന്നീടും ഡിവിഷൻ വരുന്നുണ്ട്. സിൻറ്റാക്റ്റിക് ഡാറ്റാബേസിൽ വരുന്നത് സിൻറ്റാക്റ്റിക് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിൻ്റെ ഒരു വാക്ക് അതിന് ചേർക്കുന്ന പ്രത്യയങ്ങൾ എന്നിവയൊക്കെ വരുന്നതാണ്. അതിന് ഇപ്പോൾ നമുക്കൊരു വാക്കിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് അമരകോശമാണ് സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമരകോശം പോലുള്ള ഡിക്ഷണറികൾ ആണ് ഇതുകൊണ്ട് ഈ സിൻറ്റാക്റ്റിക് ഡാറ്റാബേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? പ്രകൃതികോശം,
അതിൽ ഫസ്റ്റത്തെ വരുന്നതാണ് പ്രകൃതി കോശം. അതിനെ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അമരകോശം, ഘണപാഠം, ധാതുപാഠം എന്നിങ്ങനെ. ഇതിൽ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ജനറൽ എസ്സേ ചോദിക്കാം. എങ്ങനെയാണ് സമൂഹത്തെ കമ്പ്യൂട്ടർ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ്, എന്തൊക്കെയാണ് അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ വരുന്നതാണ് ഈ നോളേജ് ബേസ് എന്ന് പറയുന്നത്. എന്താണ് നോളേജ് ബേസ്? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് ഇപ്പോൾ 0, 1 എന്നിങ്ങനെയുള്ള 2 അക്ഷരങ്ങളെ കൊണ്ടാണല്ലോ മെഷീൻ ലാംഗ്വേജ് അതാണല്ലോ വരുന്നത്. അപ്പോൾ ആ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റുന്നതിനാണ് നോളേജ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നോളേജ് ബേസിനെ രണ്ടാക്കിയിട്ടാണ് പറയുന്നത്. 2 തരത്തിലാണ്, ഡാറ്റാ ബേസും റൂൾ ബേസും എന്ന് പറയും. അപ്പം ഈ സിൻറ്റാക്റ്റിക് ഡാറ്റാ ബേസും ഗ്രാമാറ്റിക്കൽ റൂൾ ബേസും അങ്ങനെ 2 അപ്പോൾ ഈ സിൻറ്റാക്റ്റിക് ഡാറ്റാ ബേസ് എന്ന് പറയുന്നതിനെ തന്നെ പിന്നീട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രകൃതികോശം, പിന്നെ പ്രത്യയകോശം, പിന്നെ അതർ ഡാറ്റാബേസിസ് എന്നിങ്ങനെ, അതർ സെമാൻറ്റിക് ഡാറ്റാബേസ്. അപ്പോൾ ഈ പ്രകൃതികോശം, പ്രത്യയകോശം, അതർ സെമാൻറ്റിക് എന്നുള്ള ഈ സിൻറ്റാക്റ്റിക് ഡാറ്റാബേസിനെ പിന്നീട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതികോശത്തിനെ വീണ്ടും അമരകോശം, ഘണപാഠം, ധാതുപാഠം എന്നിങ്ങനെ 3 തിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എവിടേക്കാണ് ഇതിനൊക്കെയാണ് ഡിവിഷൻ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രകൃതികോശം എന്ന് പറയുമ്പോൾ അമരകോശം പോലുള്ള ഡിക്ഷണറികളെയാണ് പ്രകൃതി ആയിട്ട് നമുക്ക് വാക്കുകളിൽ ഒരു തരത്തിലും പ്രിഫിക്സും സഫിക്സും ചേരാത്തതായിട്ടുള്ള ഒറ്റ വാക്കുണ്ട്, ആ വാക്ക്. അപ്പോൾ അത്തരത്തിലുള്ള അതാണ് പ്രകൃതി, ഒരു റൂട്ട് ധാതുവിനെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് ഏതൊക്കെയാണ്? പ്രകൃതികോശം. പിന്നെ ഈ പ്രകൃതികോശം എന്ന് പറയുന്നതിൽ ഗണം, ധാതു, സ്വരം, പതി തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഉപസർഗങ്ങൾ, ഗതികൾ, അതുപോലെ നിപാതങ്ങൾ, കർമ്മപ്രവചനീയങ്ങൾ, കൃതന്തങ്ങൾ, തദ്ധിതങ്ങൾ ഇവയൊക്കെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കോഡിംഗ് ഫോമിലേക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് ആക്കി മാറ്റാൻ. അപ്പോൾ സംസ്കൃതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള അമരകോശം എന്ന് പറയുന്ന വർക്കൊക്കെ വളരെ പുരാതനമായിട്ടുള്ള ഏറ്റവും പഴക്കം. പക്ഷെ കമ്പ്യൂട്ടറൊക്കെ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആ കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ അമരകോശത്തിൻ്റെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെയൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഇതിൽ പ്രകൃതികോശത്തിൽ തന്നെ വരുന്നതാണ് അമരകോശവും ഘണപാഠവും ധാതുപാഠവും. അപ്പോൾ അമരകോശം എന്ന് പറയുമ്പോൾ ഒരു ഡിക്ഷണറിയാണ്, ഡാറ്റാബേസ് ആണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഒറിജിനൽ ഫോം, അതായത് വേഴ്സസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ വാക്കുകളെ ഒരു വാക്ക്, അപ്പോൾ അതിൽ വരുന്നത് രൂപഭേദങ്ങൾ, സഹചാര്യ, വിശേഷ, വിധി, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ത്രിഷുക്കൾ, പിന്നെ ദ്വയോഹോ, ശേഷാർത്ഥ, ത്വന്ധ, അധാതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കോഡിംഗ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അമരകോശം പോലുള്ള മറ്റുള്ള ഡിക്ഷണറികളും ഇത്തരത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി വരുന്നത് ഘണപാഠമാണ്. അപ്പോൾ ഘണപാഠം എന്ന് പറയുമ്പോൾ നാമരൂപങ്ങളുടെ റൂട്ട് ധാതുക്കൾ വരുന്ന ലിസ്റ്റ്, അതിൻ്റെ ലിസ്റ്റാണ് ഘണപാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും പാണിനി പറയുന്ന അഷ്ടാധ്യായിയിൽ പറയുന്ന ഘണപാഠത്തിൻ്റെ ലിസ്റ്റുകൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ വാക്കുകളുടെയൊക്കെ ലിസ്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കോഡർ ഫോമിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ധാതുപാഠങ്ങളാണ്. ധാതു എന്ന് പറഞ്ഞാൽ ക്രിയാരൂപങ്ങളുടെയൊക്കെ
ധാതുക്കളെ, അപ്പോൾ അവരുടെ റൂട്ടുകൾ. അപ്പോൾ ധാതുപാഠം എന്ന് പറയുന്നത് നമുക്ക് പാണിനിയുടെ അഷ്ടാധ്യായിയിൽ കാണാൻ കഴിയും. അതിങ്ങനെ അപ്പം അതും തന്നെ എന്താണ്, ഗണങ്ങൾ, പദികൾ, പിന്നെ അതുപോലെ ഇഢാഗമങ്ങൾ, ധാതുസ്വരങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അഷ്ടാധ്യായിയുടെ പാണിനിയുടെ അഷ്ടാധ്യായി സൂത്രങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പം കുറേ അത്തരത്തിലുള്ള കുറേ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ സാൻസ്ക്രിറ്റ് പ്രൈമർ എന്നൊക്കെ പറയുന്ന, അതുപോലെ വിഭക്തി പ്രത്യയ എന്നൊക്കെ പറയുന്ന കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാ വെച്ചാൽ വാക്കുകൾ നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാക്കിൻ്റെ ആണോ ബാക്കിയുള്ള വിഭക്തികളൊക്കെ വരേണ്ടത്, ബാക്കിയുള്ള രൂപങ്ങൾ വരേണ്ടത് എന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള രൂപങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് ഈ അഷ്ടാധ്യായിയിലെ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇപ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു വരി നിങ്ങൾ ചേർക്കുകയാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്, പ്രകൃതികോശം കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് പ്രത്യയകോശമാണ്. അപ്പോൾ പ്രത്യയകോശം എന്ന് പറയുന്നതിൽ എന്താണ് വരുന്നത്, അപ്പോൾ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യയങ്ങൾ ചേർക്കുന്ന സമയത്ത് അതിനെ വേറെ, ഇപ്പോൾ രാമൻ, രാമഹ, രാമു, രാമഹ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ മാറുന്നത് എങ്ങനെ, രാമ എന്നുള്ള ആ ഒരു രാമൻ എന്ന് പറയുന്ന ആ ധാതുവിനെ പിന്നീട് ഓരോരോ പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് രൂപഭേദങ്ങൾ സംഭവിക്കും. അപ്പോൾ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും വാക്കുകളെ ചേർത്ത് കൊണ്ടാണ് മാറ്റുന്നത്. അപ്പോൾ അതിന് വരുന്നത് സുബന്ധങ്ങൾ, തിങ്ങന്തങ്ങൾ. സുപ്പ് പ്രത്യയം ചേർക്കുമ്പോൾ സുബന്ധങ്ങൾ, തിങ്ങന്തങ്ങൾ, അതുപോലെ ആഗമങ്ങൾ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വരും. ഇപ്പോൾ ഒരു വാക്കിനെ മാറ്റിയെടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ വ്യാകരണം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു രാമശബ്ദത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഭവതി എന്നുള്ള ധാതുവിനെ, ഭൂധാതുവിനെ എങ്ങനെയാണ് നിങ്ങൾ ഭവതിയാക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചില്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭൂവിൽ നിന്നും ഭവതിയിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് അവർ ഇതിൽ പറയുന്നത്. ഇനി വരുന്നത് അതർ ഡാറ്റാബേസ് ആണ്. ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റം വളരെ സമ്പൂർണ്ണമായിട്ടുള്ളത്. അതിൽ സമ്പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റവും അതിൽ അനേകം വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇത് ഏകദേശം ഒരു മൾട്ടി ഡയമെൻഷണൽ ക്യാരക്ടറിൽ ഉള്ളതാണ്. ഇത് നമുക്ക് ശരിക്കും കമ്പ്യൂട്ടറിലൂടെ വളരെ നന്നായിട്ട് പഠിക്കാൻ ഉപകരിക്കുന്ന ഒരു ശാസ്ത്രം കൂടിയാണ്. ശാസ്ത്രങ്ങളെല്ലാം പഠിക്കാൻ കമ്പ്യൂട്ടർ വളരെ സഹായകമായിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ഇന്ന് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കമ്പ്യൂട്ടറിന് ഉപകാരപ്രദമാണ്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ശാസ്ത്രങ്ങൾ എന്നുള്ളതാണ് വരുന്നത്. ഇനി അടുത്തത് ഇതിലത്തെ വിഭാഗങ്ങൾ, ഈ അതർ ഡാറ്റാബേസസ്, വേറെയുള്ള ഡാറ്റകൾ കൊടുക്കുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്? പദാർത്ഥ വിഭാഗങ്ങൾ, ശാസ്ത്രാന്തര കോശം, പിന്നെ വരുന്നത് വൈദിക കോശം, സാഹിത്യകോശം, പിന്നെ വരുന്നത് സെക്കൻഡറി ഡാറ്റാബേസസ് ആണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പദാർത്ഥ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ന്യായത്തിൽ പഠിച്ചിട്ടുണ്ടാവും സപ്തപദാർത്ഥങ്ങൾ. അപ്പോൾ ആ സപ്തപദാർത്ഥങ്ങൾ, അപ്പോൾ അതായത് നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള കാറ്റഗറി തിരിക്കുന്നതിന്, ഇപ്പോൾ ഒരു ജീവതത്വശാസ്ത്രപ്രകാരം നമ്മളിങ്ങനെ ന്യായശാസ്ത്രത്തിൽ വളരെ ലോജിക്കായിട്ടുള്ള ഡാറ്റാബേസ് ആയിട്ട് നമുക്കിങ്ങനെ അതൊക്കെ ഇങ്ങനെ തിരിച്ച് സപ്തപദാർത്ഥങ്ങൾ തിരിക്കാനും അവ ഓരോന്നിനും പിന്നീട് തിരിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ തർക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാനും ഒരു ഡിക്ഷണറി ആയിട്ട് ബേസിക് ലെക്സിക്കൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനൊക്കെ ശരിയായി
നന്നായി കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റുന്നതാണ്, കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് ശാസ്ത്രാന്തര കോശം, അപ്ലിക്കേഷൻ ഡൊമെയിൻ ഡാറ്റ. എന്താണ് അത്? ഇത് വരുമ്പോൾ ഡിസ്കോഴ്സ് ലെവൽ, അതായത് നമ്മളിങ്ങനെ ഇപ്പം മീമാംസയിലൊക്കെ വരുമ്പോൾ തർക്കങ്ങൾ, നമ്മളിങ്ങനെ ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, അതിനെ മറ്റുള്ളവർ ഖണ്ഡിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെയല്ല വരുന്നത്, അത്തരത്തിലുള്ള ഡിസ്കോഴ്സ് ലെവൽ. നമ്മളിങ്ങനെ ലൗകികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നതാണ്. അപ്പോൾ അതും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വൈദിക കോശം. വൈദിക കോശം എന്ന് പറഞ്ഞാൽ നിഘണ്ടു, യാസ്കൻ്റെ നിഘണ്ടു അല്ലെങ്കിൽ നിരുക്തം എന്ന് പറയുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. വാക്കുകളുടെ, ഇപ്പോൾ വേദത്തിൽ പറയുന്ന വാക്കുകളെ കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ് നിരുക്തത്തിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഇനി വരുന്നത് സാഹിത്യകോശം. സാഹിത്യം എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ്, അപ്പോൾ നമ്മൾ മഹാകാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് രസഗംഗാധരം, കാവ്യപ്രകാശം, അതുപോലെ ശിശുപാലവധം, അനർഘരാഘവം, രഘുവംശം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്കുകൾ. ഇതെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ കോഡർ ഫോമിലേക്ക് ആക്കി മാറ്റാൻ കഴിയുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് സെക്കൻഡറി ഡാറ്റാബേസ് എന്നാണ്. അപ്പോൾ സെക്കൻഡറി ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ പ്രൈമറിയാണ് കേട്ടോ. അപ്പോൾ ഡിക്ഷണറി ഒക്കെ പറഞ്ഞത് പ്രൈമറി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും പിന്നീട് വരുന്നതാണ് സെക്കൻഡറി, രണ്ടാമത്തെ ഇതിൽ വരുമ്പോൾ. അപ്പോൾ അതിൽ വരുമ്പോൾ നമുക്ക് ശാസ്ത്രീയ സംജ്ഞകൾ, പിന്നെ സുബന്ധങ്ങളുടെ മാതൃകകൾ, അപ്പോൾ അങ്ങനെയൊക്കെ വേറെ തരത്തിലുള്ള ഡയഗ്രമൊക്കെ വരച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ്. വേറെ സെക്കൻഡറി പ്രൈമറി ഡാറ്റാബേസ് മാത്രമല്ല, സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സിൻറ്റാക്റ്റിക് ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് എന്നുള്ളതിന് വരുന്നത്. അപ്പോൾ ഇതിന് തന്നെ ഡാറ്റാബേസ്, റൂൾ ബേസ് എന്ന്, അല്ലെങ്കിൽ സിൻറ്റാറ്റിക് അല്ലെങ്കിൽ സെമാൻറ്റിക്, അങ്ങനെ തിരിക്കാം കേട്ടോ, അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ സിൻറ്റാക്റ്റിക് ഡാറ്റാബേസ് ഇത്രയാണ് വരുന്നത്. ഇനി വരുന്നത് റൂൾ ബേസ് ആണ്. അപ്പോൾ റൂൾ ബേസിൽ ഫസ്റ്റ് വരുന്നത് ഗ്രമാറ്റിക്കൽ റൂൾ ബേസ് ആണ്. ഈ ഗ്രമാറ്റിക്കൽ റൂൾ ബേസ് തന്നെ പിന്നെയും വരുന്നുണ്ട് രണ്ട് ഡിവിഷൻസ്. അതാണ് അഷ്ടാധ്യായിയും ലിംഗാനുശാസനവും. അപ്പോൾ ഈ റൂൾ ബേസ് എന്ന് പറയുന്നതിൽ ഗ്രമാറ്റിക്കൽ റൂൾ ബേസും അതർ റൂൾ ബേസും അങ്ങനെ രണ്ടെണ്ണമാണ് വരിക. ഈ ഗ്രമാറ്റിക്കൽ റൂൾ ബേസിലാണ് അഷ്ടാധ്യായിയും അതുപോലെ ലിംഗാനുശാസനവും വരിക. ഈ റൂൾ ബേസിൽ അത്ര തന്നെ ഡാറ്റാബേസിൽ വരുന്ന അത്ര തന്നെ ഡിവിഷൻസ് റൂൾ ബേസിൽ വരുന്നില്ല. എന്നാലും റൂൾ ബേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിയമങ്ങൾ ആണ് വരുന്നത് നമുക്കറിയാലോ. അപ്പോൾ ഒരു വാക്കുകൾ എങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഭൂധാതുവിനെ തിരിച്ച് നമുക്ക് തോന്നുന്ന പോലെ ആഗമോ ആദേശമൊന്നും ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഇന്നത് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഈ സൂത്രം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഈ സൂത്രം ഉപയോഗിക്കാവൂ എന്ന് കൃത്യമായിട്ട് നിയമമുണ്ട്. അതിപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ റൂൾ ബേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഗ്രമാറ്റിക്കൽ റൂൾ ബേസ്, ഗ്രമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ അഷ്ടാധ്യായിയിൽ പറയുന്നതായിട്ടുള്ള നമ്മൾ ഒരു വാക്കിനെ ഫോം ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അതിനെ അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ ആദേശമോ അല്ലെങ്കിൽ അതിൻ്റെ ആഗമോ അതിൻ്റെ ലോഭമോ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ഇതിൽ കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്നാണ് ഈ ഗ്രമാറ്റിക്കൽ റൂൾ ബേസ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ സെൻറ്റൻസ് ലെവൽ വരും. ഇപ്പോൾ വേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു. ഇപ്പോൾ സെൻറ്റൻസ് ലെവലാകുമ്പോൾ ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാകും. പിന്നെ വരുന്നത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു, അപ്പോൾ അത്തരത്തിലെല്ലാം തന്നെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഗ്രമാറ്റിക്കൽ റൂൾ ബേസിൽ വരുന്നതാണ് അഷ്ടാധ്യായി. അഷ്ടാധ്യായി പറയുമ്പോൾ പാണിനിയുടെ അഷ്ടാധ്യായി. അതിൽ 8 അധ്യായങ്ങളാണുള്ളത്.
അതുപോലെ 8 അധ്യായങ്ങൾ 4 പാദങ്ങളോട് ചേർന്നിട്ടുള്ളതാണ്. അതിൽ ടോട്ടൽ 4000 സൂത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ, വളരെ ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നിയമങ്ങൾ, ഈ നിയമങ്ങളെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു പട്ടം പോലെ ഒരു ഇങ്ങനെ കണക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെയിനിങ് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഈ നിയമങ്ങൾ എത്തരത്തിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ സംജ്ഞകൾക്ക്, അതുപോലെ പരിഭാഷകൾക്ക്, അധികാരങ്ങൾക്ക്, അനുവൃത്തി, വിധി, അപവാദം, നിയമം അല്ലെങ്കിൽ ആദിദേശം, ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് ഉള്ളത്. അപ്പം ഈ നിയമങ്ങളെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കോഡഡ് ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിൻ്റെ ഫങ്ഷനൊക്കെ നടക്കുന്ന രീതിയിലുള്ള തന്നെയാണ് ഇതിലെല്ലാം വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ലിംഗാനുശാസനം എന്ന് പറയുമ്പോൾ നമ്മുടെ പാണിനി ഇതിൽ ലിംഗാനുശാസനം എന്ന് പറയുന്ന ലിംഗങ്ങളെ കുറിച്ചൊരു ലിസ്റ്റ്, ജെൻഡർ, നമ്മൾ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ നപുംസക ലിംഗാണോ എന്നുള്ള ആ ഒരു അവയുടെ ഇത് നിർണ്ണയിക്കുന്നതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പം അതിൽ 191 നിയമങ്ങളും അവയുടെ ഒരു 1200 അവയുടെ പേരുകൾ, ധാതുക്കളെ കുറിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കോഡ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്, അവ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വരുന്നത് അതർ റൂൾ ബേസസ് ആണ്. റൂൾ ബേസിൽ രണ്ടാമത്തേതായിട്ടുള്ള അതർ റൂൾ ബേസ് ആണ്. അതിൽ വേറെ വരുന്നത് ആർട്ടിഫിഷ്യൽ ലാംഗ്വേജുകളും അതുപോലെ NLPയും. ഇപ്പം ശാസ്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് കോഡഡ് ഫോമിലേക്ക്, ഇപ്പോൾ ഫിലോസഫിക്കലായിട്ടുള്ളതാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് കോഡഡ് ഫോമിലേക്ക് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശാസ്ത്രങ്ങളും അതുപോലെ വ്യാകരണവും എല്ലാം തന്നെ നമുക്ക് കോഡഡ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ പക്ഷെ ഒരു ഒറ്റ ഇതേ ഉള്ളൂ, കോമൺ സെൻസ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡ്രോബാക്സ് ഉണ്ട് കമ്പ്യൂട്ടറിന്. കാരണം കമ്പ്യൂട്ടർ നമ്മൾ എന്താണോ നിർദ്ദേശം കൊടുത്തത് അതിനെ തിരിച്ച് അതിന് അനുസരിച്ചുള്ള മറുപടി തരിക എന്നല്ലാതെ അതിന് സ്വയം ചിന്തിച്ചിട്ടുള്ള ഒരു ഉത്തരം അതിൽ നിന്ന് നമുക്ക് തരികയില്ല. അപ്പം അങ്ങനെ ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ചെയ്യില്ല. ഇപ്പോൾ ഒരു വാക്കിന് അനേക അർത്ഥം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലേതാണ് അർത്ഥം ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് വെച്ചല്ലേ ചിന്തിക്കുന്നത്. പക്ഷെ അത് കമ്പ്യൂട്ടറിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഡ്രോബാക്സ് ഉണ്ട് എന്ന് മാത്രം. ഇനി അടുത്തൊരു എസ്സേ വരാവുന്നതാണ് പ്രോസസ്സിംഗ് സ്റ്റേജസ് അല്ലെങ്കിൽ ലെവൽസ്. അപ്പോൾ പ്രോസസ്സിംഗ് സ്റ്റേജസ് എന്നുള്ളതിൽ വേർഡ് ലെവൽ, സെൻറ്റൻസ് ലെവൽ, ഡിസ്കോഴ്സ് ലെവൽ എന്നിങ്ങനെ 3 വരുന്നത്. ഈ വേർഡ് ലെവൽ, സെൻറ്റൻസ് ലെവൽ, ഡിസ്കോഴ്സ് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് വേർഡിൽ. ഇപ്പം നമ്മൾ ഭൂധാതുവിൽ നിന്നും ഭവതി എന്നായി മാറുന്ന ഒരു ഇതുണ്ട്. അതാണ് അത്തരത്തിൽ ഒരു ധാതുവിൽ നിന്നും അതിനെ എങ്ങനെയാണ് വാക്കായി മാറുന്നത് എന്നുള്ളതാണ് വേർഡ് ലെവലിൽ വരുന്നത്. സെൻറ്റൻസ് ആണെങ്കിൽ കാരക വിഭക്തി, കാരകം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വാക്കാവുന്നതല്ലല്ലോ നമ്മൾ പറയുന്നത്, മറിച്ച് ഒരു സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതല്ലേ അതിൽ വരുന്നത്. പിന്നെ ഡിസ്കോഴ്സ് ലെവൽ എന്ന് പറയുമ്പോൾ അത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന രീതിയിലുള്ളതാണ് ഡിസ്കോഴ്സ് ലെവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ വേർഡ് ലെവൽ, ഈ വേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ നിഷ്പത്തിയും, അത് 2 തരത്തിൽ, നിഷ്പത്തിയും വിൽപ്പത്തിയും. നിഷ്പത്തി എന്ന് പറയുമ്പോൾ ആ വാക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന്, ജനറേഷൻ, അതാണ് നിഷ്പത്തി എന്ന്. വിൽപ്പത്തി എന്ന് പറയുമ്പോഴോ അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ ഒരു പഠനം എന്നുള്ളതാണ്. ഇങ്ങനെ 2 തരത്തിലാണ്. അപ്പോൾ ഒരു വാക്ക് എൻ്റെ നിഷ്പത്തിയും വിൽപ്പത്തിയും, അതുപോലെ തന്നെ സെൻറ്റൻസിൻ്റെയും നിഷ്പത്തിയും വിൽപ്പത്തിയും, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നോക്കാം, വേർഡ് ലെവല് ഒരു വാക്ക് എങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് അത് ശരിക്കും ഒരു ധാതുവിൽ നിന്ന് എങ്ങനെയാണ് ശരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വരുന്നത് നിഷ്പത്തി, അത് ജനറേഷൻ എന്ന്. അപ്പോൾ ഒരു വാക്ക് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ഒന്നുകിൽ പ്രിഫിക്സ് ചേർക്കണം അല്ലെങ്കിൽ സഫിക്സ് ചേർക്കണം. അത്തരത്തിൽ അതിന് വേണ്ടതായിട്ടുള്ള
അപ്പോൾ സുപ്രത്യയമൊക്കെ ചേർത്തിട്ട് സുബന്ധങ്ങൾ, തിങ്ങന്തങ്ങൾ, അപ്പം അങ്ങനെ പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ടാണ് ഒരു വാക്ക് ഉണ്ടായി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് അപ്പോൾ ഈ നിഷ്പത്തിയിൽ തന്നെ എന്ത് വരുന്നു? സുബന്ധങ്ങൾ. നിഷ്പത്തി തന്നെ ഇപ്പോൾ വാക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു. അപ്പോൾ സുബന്ധങ്ങൾ സുപ്രത്യയം ചേർക്കുന്നത്. സുബന്ധങ്ങൾ, തിങ്ങന്തങ്ങൾ, കൃതന്തങ്ങൾ, തദ്ധിതങ്ങൾ, സമാസങ്ങൾ, പിന്നെ വൈദിക, സന്ധി എന്നിങ്ങനെ വരുന്നു. അപ്പോൾ ഇത് വരുമ്പോൾ ആദ്യം വരുന്നത് സുബന്ധങ്ങൾ. അപ്പോൾ ഒരു നിഷ്പത്തി വാക്ക് ഉണ്ടാവുന്നു എന്നുള്ളതിന് സുബന്ധങ്ങൾ, സുപ്പ് പ്രത്യയം ചേർക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഒരു വാക്കിന് സുപ്പ് പ്രത്യയം ചേർക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രോസസ്സുകൾ, അപ്പോൾ അത്തരത്തിൽ മോഡിഫിക്കേഷൻസ് വരുന്നത് അതാണ് ഒരു നാമരൂപങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ രാമശബ്ദത്തിനൊക്കെ സുഔജസ്, സമ്മൗട്ട് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ സുപ്രത്യയൊക്കെ ചേർത്ത് വരുന്നതിനാണ് സുബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നതൊക്കെ, അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് ശബ്ദരത്നാവലി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് ഈ കോഡഡ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നത് തിങ്ങന്തങ്ങളാണ്, വെർബുകളുടെ വരുന്നത്. അപ്പോൾ ഇതിൽ തിങ് പ്രത്യയം ചേർക്കുന്നതാണ്. അപ്പോൾ ഇതും തന്നെ ധാതുരൂപ കോശം എന്ന് പറയുന്നതാണ് ഇതിന് ഒരു ഉദാഹരണമായിട്ട് വരുന്ന വർക്ക്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ധാതുക്കളെ കുറിച്ചിട്ടുള്ള ഇതും വരുന്നത് നമുക്ക് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കോഡഡ് ഫോമിലേക്ക് ആക്കി മാറ്റാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നതാണ് കൃതന്തങ്ങൾ, പ്രൈമറി ഡെറിവേറ്റീവ്സ്. കൃതന്തങ്ങൾ കൃത്ത് സഫിക്സ് ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതും ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത് കൃതന്ത രൂപമാല എന്ന് പറയുന്ന വർക്കാണ്. അപ്പോൾ അതും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വരുന്നത് തദ്ധിതങ്ങളാണ്. അപ്പോൾ ഈ തദ്ധിതങ്ങളും കമ്പ്യൂട്ടറിലേക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവയാണ് തദ്ധിതങ്ങൾ സഫിക്സ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സമാസങ്ങളാണ്. സമാസം, വ്യയീഭാവം, തത്പുരുഷ സമാസം, ദ്വന്ദ്വ സമാസം, ഭൗഭൂതി, അങ്ങനെ ബഹുബ്രീഹി സമാസം എന്നിങ്ങനെ സമാസങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ ആ സമാസങ്ങളെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. പിന്നെ വരുന്നത് വൈദികമാണ്. അപ്പോൾ വൈദികമായിട്ട് വരുമ്പോൾ അഷ്ടവികൃതികൾ, അതായത് ക്രമ, ജഡ, ഗണ, രഥ, ധ്വജ, ദണ്ഡ, രേഖ, മാല, ഇങ്ങനെ 8 തരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതും, അല്ലെങ്കിൽ പഞ്ചസാര വർണ്ണ ക്രമങ്ങൾ. അപ്പോൾ അതിൽ ഒരു എങ്ങനെയാണ് വാക്കുകൾ ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ രീതികൾ. അപ്പം അതെല്ലാം ഈ വൈദികത്തിൽ, വേദത്തിൽ വരുന്ന വാക്കുകളും അല്ല ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ വരുമ്പോൾ വരുന്നത്. അപ്പോൾ അവ രണ്ടും തമ്മിൽ വാക്കുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയും ഇതുപോലെ വേറെ തന്നെ പ്രത്യേകം ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ വരുന്നത് സന്ധികളാണ്. സന്ധി എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൂട്ടിച്ചേരുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇപ്പോൾ 2 വാക്കുകൾ കൂട്ടിച്ചേരുന്നത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അപ്പോൾ സന്ധി ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വ്യുൽപ്പത്തിയാണ്. നിഷ്പത്തി കഴിഞ്ഞു. നിഷ്പത്തി ഇങ്ങനെ 7 തരത്തിൽ വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വ്യുൽപ്പത്തിയാണ്. വ്യുൽപ്പത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനാലിസിസ് ആണ്, ഒരു പഠനം. എങ്ങനെയാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ രാമഹ, അശ്വഹ, അരുണഹ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിന് രമ, രാമ ശബ്ദമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ധാതുക്കളാണെങ്കിൽ നിങ്ങൾ ഏത് ധാതു, ഭൂധാതു ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ വാക്കുകൾ എങ്ങനെയാണ് ഫോം ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഈ ഇതിൽ വരുന്നത്, വേർഡ് ലെവൽ വരുന്നത്. അതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പുകൾ. അപ്പോൾ ആ ആപ്പുകളിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു
രാമ എന്നുള്ള രൂപം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 21 രൂപങ്ങളും നമുക്ക് കാണിച്ചു തരും അവർ. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ അത്തരത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് വരുന്നതാണ് സെൻറ്റൻസ് ലെവൽ. വാക്ക് കഴിഞ്ഞു സെൻറ്റൻസ് ലെവൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാകുന്നത്, വാക്ക് ഉണ്ടാകുന്നത് പറഞ്ഞു. പക്ഷേ ഈ വാക്കുകൾ പോരാ, വാക്ക് ചേർന്ന് 2 വാക്കുകൾ ചേരുമ്പോൾ അത് ഏത് വിഭക്തിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് ഈ സെൻറ്റൻസ് ലെവൽ വരുമ്പോൾ അതിനും ഇതുപോലെ ജനറേഷനും അനാലിസിസും ഉണ്ട്. അപ്പോൾ വാക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിന് കുറേ വർക്ക്സുകൾ ഉണ്ട്. അതായത് വൈയാകരണ സിദ്ധാന്ത മഞ്ജുഷ, വൈയാകരണ സിദ്ധാന്ത കൗമുദി, ശബ്ദശക്തി, പ്രകാശിക, ഭാട്ടരഹസ്യം, ശബ്ദ തരംഗിണി തുടങ്ങിയിട്ടുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കുറേ ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇപ്പോൾ അത് ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വരുന്ന സമയത്ത് അതിൻ്റെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ ലിംഗങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ വിഭക്തികൾ ശ്രദ്ധിക്കണം, എത്ര ആളുകൾ പേഴ്സൺസ് വരുന്നുണ്ട്, അത് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ കാരകമൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ കാരക വിഭക്തികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫിലോസഫി പഠിച്ചിട്ടുണ്ടായിരിക്കും, ആകാംക്ഷ, യോഗ്യത, സന്നിധി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വാക്കുകൾ പറഞ്ഞാലാണ്, അല്ല വെറുതെ വാക്കുകൾ പറഞ്ഞാൽ പോരാ. ഞാൻ, ഉണ്ട്, പോയി, വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ആവില്ല. അപ്പോൾ കൃത്യമായിട്ട് അതിനെ സെൻറ്റൻസ് ആക്കി പറഞ്ഞാലാണ് അത് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. സംസ്കൃതത്തിലുള്ള സെൻറ്റൻസുകൾ കമ്പ്യൂട്ടറിൽ അപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി വരുന്നത് ഡിസ്കോഴ്സ് ലെവൽ. ഡിസ്കോഴ്സ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന ഇതാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ പ്രാസംഗികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലൗകികത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യം, അപ്പോൾ അതൊക്കെ മീമാംസ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ മീമാംസയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. ഇപ്പോൾ മീമാംസയിൽ ഇപ്പോൾ അതിൻ്റെ വരുന്ന ജനറേഷൻ, പിന്നെ അനാലിസിസ് വരുമ്പോൾ അതിൽ വരുന്ന യജ്ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ അതിലൊക്കെ വരുമ്പോൾ സെൻറ്റൻസ് ലെവലും ഡിസ്കോഴ്സ് ലെവലും ഒക്കെ വരും. അപ്പോൾ അതെല്ലാം തന്നെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ ദേശിക പാക്കേജിൽ ഇത്തരത്തിൽ കാരക പ്രകരണം, അതുപോലെ വിഭക്തി പ്രകരണം, ഇതെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. പിന്നെ വരുന്നത് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരുപാട് കമ്പ്യൂട്ടർ യുഗമായത്, കമ്പ്യൂട്ടറിന് ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ശരിക്കും സംസ്കൃതം കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. അതിൻ്റെ വാക്കുകളാണെങ്കിലും അതിൻ്റെ സെൻറ്റൻസുകളാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് സംസ്കൃതത്തെ കൂടുതൽ പഠിക്കാനും അതിൽ കൂടുതൽ റിസർച്ച് ചെയ്യാനും അതിനെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനും കമ്പ്യൂട്ടർ ഉപകരിക്കുന്നതാണ്, കൂടുതൽ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ഇതിൽ നിന്നും എസ്സേകൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ ഒരു ജനറൽ എസ്സേ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് നോളേജ് ബേസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് അല്ലെങ്കിൽ സെമാൻറ്റിക് റൂൾ ബേസ് അല്ല സെമാൻറ്റിക്സ് ചോദിക്കാറുണ്ട്. സിൻറ്റാക്റ്റിക് അങ്ങനെ ചോദിക്കാറുണ്ട്. സിൻറ്റാക്റ്റിക് സെമാൻറ്റിക് എന്നുള്ള അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ആ പേരുകൾ ശ്രദ്ധിക്കുക. സിൻറ്റാക്റ്റിക് സെമാൻറ്റിക് എന്നുള്ളതോ അല്ലെങ്കിൽ ഡാറ്റാബേസ് റൂൾ ബേസ് എന്നുള്ള രീതിയിലോ
ചോദിക്കാറുണ്ട്. പിന്നെ പ്രോസസ്സിങ് സ്റ്റേജസ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത് ശാസ്ത്രങ്ങളെക്കുറിച്ചും ന്യായം, വ്യാകരണം, മീമാംസ എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവയെല്ലാം കമ്പ്യൂട്ടറിലേക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രങ്ങൾ, ഇപ്പോൾ വ്യാകരണമാണെങ്കിൽ നിങ്ങളെല്ലാം ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു വാക്ക് എങ്ങനെ ഉണ്ടാവണു എന്നും, രാമ അല്ലെങ്കിൽ ഭവതി എന്നുള്ള വാക്കുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നും, അതുപോലെ ഇപ്പോൾ കാരകം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാവണു എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ ന്യായവും മീമാംസയൊക്കെ നിങ്ങൾ ഇന്ത്യൻ ഫിലോസഫിയിൽ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊന്നും കൂടി ഒന്ന് ഓർമ്മിച്ചെടുത്താൽ മതി. പിന്നെ അതിനെല്ലാം കമ്പ്യൂട്ടറിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി പഠിക്കുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു പേപ്പറുമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ശ്രദ്ധിക്കുക. താങ്ക് യു.